നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. നടപടി സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമക്കേസിൽ. കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്ന്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവും ചെയ്യും. കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത രീതി അസാധാരണമെന്ന് കോൺഗ്രസ്. പോലീസ് രാജിന്റെ ഒടുവിലത്തെ ഉദാഹരണമെന്ന് കെ സി വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം 10 മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. അറസ്റ്റ് പ്രതിഷേധാർഹമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെയധികം നിഷേധാർഹമാണ്. അറസ്റ്റിനെ ന്യായീകരിച്ച് പി ജയരാജൻ. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തൊടുപുഴയിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി SFI. വ്യാപാരികളുടെ പരിപാടിയിൽ പങ്കെടുത്ത ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടുക്കിയിൽ LDF ഹർത്താൽ പുരോഗമിക്കുന്നു. ഗവർണർക്കെതിരെ കർഷക സംഘടനകളുടെ രാജ്ഭവൻ മാർച്ച്. തിരുവനന്തപുരം സീറ്റ് പിടിക്കാൻ BJPയിൽ ചർച്ചകൾ സജീവം. ദേശീയ നേതാക്കളെ മത്സരിപ്പിച്ചാൽ അട്ടിമറി സാധ്യതയെന്ന് വിലയിരുത്തൽ. നിർമ്മല സീതാരാമനെയോ S ജയശങ്കറെയോ രംഗത്തിറക്കിയേക്കും. കനത്ത മത്സരത്തിന് തലസ്ഥാന മണ്ഡലം വേദിയാകും. KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർക്കെതിരെ നേതൃത്വത്തിന് പരാതി. ഡോക്ടർ സരിനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ഡിജിറ്റൽ മീഡിയ ഉപകരാറിലെ ക്രമക്കേട് അന്വേഷിക്കണം. കോർ ടീമിൽ നിന്ന് പുറത്താക്കിയത് പ്രകോപനത്തിന് കാരണമെന്ന് ഡോക്ടർ സരിൻ. എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. പ്രമേഹ രോഗത്തിന് പോലും മരുന്ന് ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം. സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട അവസ്ഥ. വലഞ്ഞു രോഗികൾ. ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളികളുടെ പ്രതിഷേധം. സമരം കാട്ടാന കൊന്ന തൊഴിലാളിയുടെ മൃതദേഹവുമായി. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ഇന്ന് രാവിലെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. കണ്ണൂരിലും മലപ്പുറത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു.
കയറിയുള്ള അറസ്റ്റ് അസാധാരണ നടപടിയെന്നാരോപിച്ച പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തു വന്നു. കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. രാഹുൽ സത്യത്തിൽ ആശുപത്രി വിട്ട് 2-3 ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട്. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? പിണറായിയുടെ ഉത്തരവ് കേട്ടാൽ ഉടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോടൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായിപ്പോയി. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം 10 മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. ഇത് ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവും ചെയ്യും. കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തില് നാട്ടിലുള്ള ആളല്ലേ, അപ്പൊ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെയധികം നിഷേധാർഹമാണ്. ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. എളുപ്പകാലത്ത് അമ്മയും സഹോദരിയെയും വീട്ടുകാരെയും ഒക്കെ പേടിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുറിയുടെ മുമ്പിൽ കാവൽ ഏർപ്പെടുത്തി ഒക്കെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരേണ്ട സാഹചര്യമൊന്നുമില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ചികിത്സിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു കാരണവശാലും ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പോവില്ല. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയതുപോലെ കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞ് PD സതീശനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്. ഭരണകൂട ഭീകരതയുടെ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണകൂട ഭീകരതയുടെ ഒരു ഉദാഹരണമാണ്. രാവിലെ 5:30 മണിക്ക് ആ അമ്മയുടെ വാക്കുകൾ ഞാൻ കേൾക്കുകയായിരുന്നു. ആ വീടിന് ചുറ്റുമുള്ള ജനലുകളിൽ മുട്ടിക്കൊണ്ട് 5:30 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദിയെ ഒക്കെ നമ്മൾ അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പിണറായി വിജയനെ ഉറക്കം കെടുത്തുന്ന അത്രയും പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്ന യുവജന നേതാവാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിലുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അല്ല, സമരങ്ങൾ ജനാധിപത്യത്തിൽ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ, കേരള ചരിത്രത്തിൽ എത്രയധികം സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പറയാനുള്ള ഒരു ധാർമ്മിക അവകാശവും ഇന്ന് ഭരിക്കുന്നവർക്കോ CPM-നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലാണ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ നേരിടാൻ തീരുമാനിക്കുന്നതിന് വലിയ വില ഈ ഗവൺമെന്റ് നൽകേണ്ടി വരും. എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടുത്തി, ഭീതിപ്പെടുത്തി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താനാണ് ഇവരുടെ ശ്രമമെങ്കിൽ അതിൽ വീഴുന്നവരല്ല, അത് കണ്ട് ഭയക്കുന്നവരല്ല. എന്തിനേയും ആർജവത്തോടെ നേരിടാൻ. കാരണം പ്രതിപക്ഷം ഉയർത്തുന്നത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ വികാരമാണ്.
പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്നവർ ആരായാലും രാഷ്ട്രീയവും മുഖവും നോക്കാതെ നടപടിയെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അറസ്റ്റെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഒരു അറസ്റ്റ് നടത്തണമെങ്കിൽ എവിഡൻസ് ഫസ്റ്റ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അറസ്റ്റിനെ ഒരു ധൃതിയില്ല, നമുക്ക് എവിഡൻസ് ആണ് ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി. എവിഡൻസ് കിട്ടി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും. കാരണം അതിന് ടാക്ടിക്സ് കൂടെ ഉണ്ട്. അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കില്ല നമ്മൾ. സോ വി അറസ്റ്റ് ഇൻ എ ടാക്ടിക്കൽ മാനർ. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ആണെങ്കിൽ ഒരു വി റിസ്ട്രെയിൻ എ പേഴ്സൺ. സോ അതിൻ്റെ ടാക്ടിക്സ് നമ്മൾ തീരുമാനിക്കും. ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഇത് എല്ലാ കേസസിലും നടക്കുന്ന കാര്യമാണ്. ഇത് PDPP കേസുമാണ്, നോൺ അവൈലബിൾ ആണ്. പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു. അതിൻ്റെ ഒരു 2-3 ബസ്, പിന്നെ ഒരു പിങ്ക് പെട്രോൾ, ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട്. നിയർലി 1 lakh rupees of loss is there. That will also be recovered. Arrest is only one step in the investigation. അറസ്റ്റ് മാത്രമല്ല, അറസ്റ്റ് ആയി കഴിഞ്ഞാൽ നാളെ ബെയിൽ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ എവിഡൻസ് ആണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. എവിഡൻസ്, പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ്. അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ, വേറെ എന്തെങ്കിലും കൊയർസീവായിട്ട് പറയാനുണ്ടോ? ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല. അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും. അത് ഏത് കേസാണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് അറ്റ് ദ പാർട്ടി. ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും എപ്പോഴാണ് പറ്റാത്തത്? വി ഹാവ് റിമൂവ്ഡ് പീപ്പിൾ, വി ഹാവ് റിമാൻഡഡ് പീപ്പിൾ, വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ, വി ഹാവ് രജിസ്റ്റേർഡ് നോൺ അവൈലബിൾ സെക്ഷൻസ്. മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്. പാർട്ടി നോക്കില്ല, മുഖം നോക്കില്ല. കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും, നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും. അതാണ് നമ്മുടെ ജോലി. അതേസമയം അറസ്റ്റിനെ ന്യായീകരിച്ച് EP ജയരാജൻ രംഗത്തെത്തി. അക്രമം ആര് കാണിച്ചാലും അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് നടപടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലുമൊക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുക, ക്രമസമാധാനം പാലിക്കാൻ മുന്നോട്ട് വരുന്ന പോലീസിനെ ബലം പ്രയോഗിച്ച് അക്രമം കാണിച്ച് അവരുടെ ക്രമസമാധാന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകളുണ്ടാകും, നടപടി ഉണ്ടാകും. അതാണ് പോലീസ് ക്രമസമാധാന രംഗത്ത് നടത്തേണ്ടത്. അത്രമാത്രമേ കേരള പോലീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ അറസ്റ്റിലാകുന്നു. അതുമുതൽ വലിയ പ്രതികരണങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം വരും. ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ വരെ നടന്ന കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. ഇന്ന് രാവിലെ 5:30 മണിയോടുകൂടിയാണ്, പുലർച്ചെ 5:30 മണിയോടുകൂടിയാണ് ഏറ്റവും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. രാഹുലിന്റെ അടൂരിലുള്ള വീട് വളഞ്ഞ് കന്റോൺമെന്റ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് അറസ്റ്റിലേക്ക് നടപടികൾ നീളുന്നു. രാഹുലിനെ തിരുവനന്തപുരത്ത് എത്തിച്ച്, കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച് നോട്ടീസിൽ ഒപ്പുവെപ്പിക്കുന്നു. പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. തുടർന്നാണ് വഞ്ചിയൂരിലെ കോടതിയിലേക്ക് രാഹുലിനെ എത്തിക്കുന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3ലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്ന കാര്യം, രാഹുലാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്തത്, ഈ അക്രമം നടത്തിയവരെ പ്രോത്സാഹിപ്പിച്ചു, മുഴുവൻ സമയവും രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PDPP ആക്ട് ഉൾപ്പെടെ ചുമത്തുന്നത് അത് നിയമപരമായി നിലനിൽക്കും എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത്. അതേസമയം പ്രതിഭാഗം പറയുന്നത്, നേരത്തെ തന്നെ പല കേസുകളിലായി പോലീസ് വിളിക്കുമ്പോൾ കൃത്യമായി ഹാജരാകുകയും പോലീസിന്റെ അന്വേഷണങ്ങളുമായി സഹകരിക്കുകയും ചെയ്യുന്ന ആളാണ് രാഹുൽ. ഇങ്ങനെ വീട് വളഞ്ഞ് ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് രാഹുലിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? മാത്രവുമല്ല, നിയമ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കിയിരുന്നില്ല എന്ന് പ്രതിഭാഗം പറയുന്നു. അതിലൊന്ന്, നോട്ടീസ് നൽകിയിരുന്നില്ല, അറസ്റ്റുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നില്ല. രാഹുലിനെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒപ്പുവെച്ചത്. രാഹുൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല, പോലീസുകാരെ രാഹുൽ ആക്രമിച്ചിട്ടില്ല.
നേതാവ് അല്ലെങ്കിൽ ആ സംഘടനയുടെ തലപ്പത്തുള്ള ആൾ എന്ന നിലയ്ക്ക് ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാഹുൽ അവിടെ എത്തുകയായിരുന്നു. മറ്റ് കാര്യങ്ങൾ പറയുന്നത് നിയമപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല എന്ന കാര്യമാണ് വാദിഭാഗം പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ച കാര്യം. 2 മണിക്ക് ശേഷം കോടതി വീണ്ടും ചേരുന്നുണ്ട്. അപ്പോഴായിരിക്കും വിധി പറയുക. ഈ സംഭവം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം വരുന്ന വഴിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും കേസിന്റെയും പ്രതിഷേധങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെ പോലീസ് നടപടി ഉണ്ടായി, ലാത്തി ചാർജുകൾ ഉണ്ടായി, ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് ഏറ്റുമുട്ടലുകൾ എന്ന നിലയ്ക്ക് തന്നെ തെക്കൻ ജില്ലകളിലേക്ക് എത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ പരസ്പരം പോരടിക്കുന്ന നിലയിലേക്ക് എത്തി. എങ്കിൽ തന്നെയും പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അതിൽ VD സതീശനെയാണ് 1-ാം പ്രതിയായി ചേർത്തിട്ടുള്ളത്. മറ്റ് 2 MLA കൂടിയുണ്ട്, M വിൻസെന്റ്, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ. ഇവർക്ക് പുറമെ 4-ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 30 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയും കേസെടുത്തിരുന്നു. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ 31 പേർ റിമാൻഡിലായിരുന്നു. അവർ 18 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയത്. ഇപ്പോഴും 5 പേർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നുണ്ട്. VD സതീശൻ ഇതിൽ എടുത്തിട്ടുള്ള നിലപാട്, അങ്ങനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടയ്ക്കാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകില്ല എന്ന കാര്യം VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. PC വിഷ്ണുനാഥ് രാവിലെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതുപോലെ കന്റോൺമെന്റ് ഹൗസിലെത്തി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വ്യവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ എന്ന കാര്യമാണ്. നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രതിപക്ഷം ഇത്തരമൊരു അവസരം, അത് സർക്കാർ എടുക്കുന്ന പോലീസ് നടപടികളെ ഭയപ്പെടുന്നില്ല എന്ന കാര്യം അതിൽ ഊന്നിക്കൊണ്ട് തന്നെ അതിനെ ആ നിലയിൽ തന്നെ നിയമപരമായി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയത്തോടുകൂടി, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും സർക്കാരും ഫാസിസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പോലീസിന്റെ നരനായാട്ടാണ് നടക്കുന്നത്. ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അടച്ചോട്ടെ, കൂടുതൽ നേതാക്കൾ ജയിലിൽ പോകാൻ സന്നദ്ധമാണ് എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന നടപടികൾ, അതിന്റെ വാദം പൂർത്തിയായിട്ടുണ്ട്. ജാമ്യം നൽകുമോ അല്ലെങ്കിൽ റിമാൻഡ് ആയിരിക്കുമോ എന്ന കാര്യം നമുക്ക് 2 മണിയോടുകൂടി അറിയാൻ കഴിയും. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനും SFI DYFI പ്രതിഷേധങ്ങൾക്കുമിടയിലും തൊടുപുഴയിൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി ഗവർണർ. തൊടുപുഴയിലേക്ക് എത്തുമ്പോഴും മടങ്ങുമ്പോഴും വഴിയിലുടനീളം ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. മടക്കയാത്രയിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ ഗവർണർ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ജീവിതത്തിൽ തന്നെ അപായപ്പെടുത്താൻ പലതവണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഭയന്നിട്ടില്ലെന്നും ഇപ്പോഴും ഭയമില്ലെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കവെ ഗവർണർ പറഞ്ഞു. I think you don't read your own newspapers or you don't watch your own news. I have said repeatedly, I have already lived, I am already 72. I am living on borrowed times. I feel no threat from anywhere. Have you seen me walking on the road in the market in Kozhikode? Have you seen or not? Yes, so your question is redundant. Absolutely, absolutely meaningless question. You ask me, I will come anywhere in Kochi. Where is the threat? Threat is because you want to make news sensational. There is no threat to me. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിനെതിരെയാണ് LDF ഹർത്താൽ ഇന്ന് ആഹ്വാനം ചെയ്തിരുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ പ്രതിഷേധങ്ങൾക്കിടെ, കരിങ്കൊടികൾക്കിടെ അവിടെ എത്തി ഗവർണർ മടങ്ങിയിരിക്കുന്നു. അതേസമയം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർത്താൽ പൂർണ്ണമായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ?
അശ്വതി, വലിയ പ്രതിഷേധം, മുദ്രാവാക്യങ്ങൾ, കരിങ്കൊടി വീശൽ, ഇതിനിടയിലൂടെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് കടന്നു വന്നത്. അദ്ദേഹം വന്നു. ഒരിടയ്ക്ക് അദ്ദേഹം പ്രതിഷേധക്കാരെ പോലും അഭിവാദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. കാറിൽ നിന്ന് അവരെ പോലും കൈവീശി. ഒപ്പം ഇതിനുശേഷം ചടങ്ങിന് ശേഷം ജനങ്ങൾക്കിടയിലേക്ക് വന്ന് അവർക്ക് കൈകൊടുത്തു. അങ്ങനെ ഗവർണർ ഇവിടെ എത്തി ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊന്നും ചടങ്ങിനകത്തുണ്ടായിരുന്നില്ല. പക്ഷേ പുറത്ത് കടുത്ത പ്രതിഷേധം തന്നെയായിരുന്നു. ഇവിടേക്ക് തൊടുപുഴയിലേക്ക് കടക്കുമ്പോൾ തന്നെ പലയിടങ്ങളിലും തന്നെ SFI DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു, പ്രതിഷേധവുമായി എത്തി. ഇവർ റോഡിലേക്ക് കടക്കാതിരിക്കാനും പ്രത്യേകിച്ച് ഗവർണറുടെ വാഹനത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാനും പോലീസ് വളരെയധികം തന്നെ ശ്രദ്ധിച്ചു. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഈ ദിവസത്തേക്ക് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഹർത്താൽ കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമായിരുന്നു. ഇടതുമുന്നണി ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ ഹർത്താലിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രകടനങ്ങൾ നടന്നു. ഈ പ്രകടനവും പിന്നീട് ഗവർണർ കടന്നു പോകുന്ന വഴിക്ക് അരികിലേക്ക് വന്നു. അവരും പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം തൊടുപുഴയിലേക്ക് എത്തിയത്. ഈ ദിവസം ഇന്ന് ഭേദഗതി നിയമം ഇത് സംബന്ധിച്ച് ഭൂനിയമം സംബന്ധിച്ചുള്ള ബില്ലിൽ ഗവർണർ അത് പാസ്സാക്കാത്തതിനെ ചൊല്ലിയുള്ള ഗവർണർ അത് അനുവദിക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ഇന്ന് പ്രതിഷേധം നടക്കുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള കർഷകർ ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഈ ദിവസമാണ് ഗവർണർ ഇവിടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചത് എന്നതായിരുന്നു കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയത്. അതുകൊണ്ടായിരുന്നു ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുകയായിരുന്നു ഒരർത്ഥത്തിൽ. എന്തായാലും ഗവർണർ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തു. കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അവരോട് സംസാരിച്ചു. പ്രത്യേകിച്ച് അതിൽ പറഞ്ഞത് തന്നെ ഇത്തരം ഭീഷണികൾ കൊണ്ട് തന്നെ സമ്മർദ്ദത്തിലാഴ്ത്താമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. ഈ നിയമം സംബന്ധിച്ച് 3 തവണ കുറിപ്പ് അയച്ചതാണ്. ഇത് സംബന്ധിച്ച് തന്റെ ചില വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് സർക്കാരിൽ നിന്നൊരു മറുപടിയും ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നത്. തനിക്ക് തൻ്റെ പ്രായത്തിൽ 35 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ പോലും നിരവധി തവണ വധശ്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. അന്ന് ഭയപ്പെട്ടില്ല, ഇപ്പോഴൊട്ടും ഭയപ്പെടുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം അതിനുശേഷം പുറത്തു വന്നതിന് ശേഷം തന്നെ കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് വാഹനത്തിൽ നിന്നിറങ്ങി അവർക്ക് കൈകൊടുത്തു. പിന്നീടും പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. തൊടുപുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു അദ്ദേഹം ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അവിടെ എത്തുകയും പിന്നീട് അവിടെയും പ്രതിഷേധം ഗേറ്റിന് പുറത്ത് ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങി മടങ്ങുകയാണ് ഉണ്ടായത്. വഴിനീളെ പ്രതിഷേധമായിരുന്നു. വലിയ രീതിയിൽ തന്നെ പ്രകടനക്കാർ സംഘടിച്ചിരുന്നു. പക്ഷേ അതിനിടയിലും തന്റെ സന്ദർശനം പൂർത്തിയാക്കി തൊടുപുഴയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. അശ്വതി, ഡാനി പോളാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ഗവർണർക്കെതിരെ കർഷക സംഘടനകളുടെ രാജ്ഭവൻ മാർച്ച് ഇന്ന്. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. കേരള കർഷക സംഘം ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്യും. നിർമ്മല സീതാരാമനെയോ S ജയശങ്കറെയോ ഇറക്കി തിരുവനന്തപുരം പിടിക്കാൻ BJP. പൊതുസ്വീകാര്യതയുള്ള ദേശീയ നേതാക്കളെ മത്സരിപ്പിച്ചാൽ തരൂരിനെ അട്ടിമറിക്കാം എന്നാണ് BJPയുടെ പ്രതീക്ഷ. CPIയുടെ ആനി രാജ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. ഇതോടെ ദേശീയ നേതാക്കളുടെ അപൂർവ മത്സരത്തിനാകും തലസ്ഥാന മണ്ഡലം വേദിയാവുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. O രാജഗോപാലിലൂടെയും പിന്നീട് കുമ്മനം രാജശേഖരനിലൂടെയും തിരുവനന്തപുരം പിടിച്ചെടുക്കാമെന്ന് BJP ഒരുപാട് മോഹിച്ചു. പക്ഷേ ശശി തരൂർ എന്ന വൻമരത്തെ മറികടക്കാൻ അവർക്കുമായില്ല. തരൂർ മത്സരിച്ചാൽ ജയപ്രതീക്ഷ വേണ്ടെന്ന് BJPയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കൾ വരെ ചിന്തിക്കുന്ന നിലയിലായി കാര്യങ്ങൾ. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്നാൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ചിന്തകൾ വേറെ വഴിയിലാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നിരന്തരം തലസ്ഥാനത്തെത്തുന്ന 2 കേന്ദ്രമന്ത്രിമാരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. നിർമ്മല സീതാരാമനും S ജയശങ്കറും. അടിക്കടി തലസ്ഥാനം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രിമാർ സർക്കാർ പരിപാടികൾക്ക് പുറമെ രാഷ്ട്രീയ പരിപാടികളിലും സജീവമാണ്. മലയാളിയായ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പേരും അന്തരീക്ഷത്തിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത് തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലായേക്കുമെന്നും വാർത്തകളുണ്ട്. അങ്ങനെയെങ്കിൽ മോദി പ്രഭാവം തലസ്ഥാനത്തും ഗുണം ചെയ്യുമെന്ന് BJP സ്വപ്നം കാണുന്നു.
ഇടതുമുന്നണിയിൽ CPIയുടെ സീറ്റാണ് തിരുവനന്തപുരം. 2005 ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പന്ന്യൻ രവീന്ദ്രനാണ് ഇവിടെ അവസാനമായി ജയിച്ച ഇടതു സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് പിന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥികൾ. ഇത്തവണ ആ നാണക്കേടിൽ നിന്നെങ്കിലും കരകയറാനാണ് CPIയുടെ ശ്രമം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അതിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. ഒ രാജഗോപാലിന്റെ തരൂർ അനുകൂല പ്രസ്താവന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവെന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. ശശി തരൂരിനെ വിജയിപ്പിക്കാനുള്ള പ്രഖ്യാപനമാണ് BJP നടത്തിയതെന്നും ജയരാജൻ പറഞ്ഞു. ശശി തരൂരിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അദ്ദേഹം അത്രയും നല്ല മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ശശി തരൂരിനെതിരായി BJP സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്നല്ലേ? നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ BJPക്കാർ കൊടുത്ത സന്ദേശം ശശി തരൂരിനെ വിജയിപ്പിക്കണമെന്നല്ലേ? ഇങ്ങനെ ഒരു പ്രഖ്യാപനം രാജഗോപാലൻ നടത്തുന്നതിൻ്റെ പിന്നിൽ മറ്റു വല്ല രാഷ്ട്രീയവുമുണ്ടോ? അത് വരും കാലം തെളിയിക്കേണ്ടതാണ്. ഈ വാർത്ത എല്ലാ സ്ഥലത്തും എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ശശി തരൂർ രാജഗോപാലൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ്. ഇത് അവരുടെ ആത്മബന്ധത്തിൻ്റെയും രാഷ്ട്രീയ ബന്ധത്തിൻ്റെയും ഭാഗമല്ലാതെ മറ്റെന്താണ്? റെഡ് ആർമിയെ തള്ളിയും മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നതിനെ അനുകൂലിച്ചും ഇ പി ജയരാജൻ. പിണറായിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇതിഹാസ പുരുഷന്മാരോട് ആരാധന തോന്നുന്നത് സാധാരണയാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. സ്വന്തം കഴിവുകളെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നയാളാണ് പിണറായി. അതുകൊണ്ടാണ് പിണറായിയെ പ്രവർത്തകർ ആരാധിക്കുന്നതെന്നും ഇ പി ജയരാജൻ. അതേസമയം റെഡ് ആർമി, PJ ആർമി പോലെയുള്ള ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കിയത് പാർട്ടിക്ക് പുറത്തുള്ള ചിലരാണ്. പാർട്ടിയെ അപമാനിക്കാൻ ചിലർ ചെയ്തതാണെന്നും ഇ പി ജയരാജൻ വിമർശിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ കഴിവ് ഭരണരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, സംഘടനാ രംഗത്തുണ്ട്. അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്ന, നിങ്ങൾ കാണുന്നതിനപ്പുറം ജനങ്ങളിവിടെ ഉണ്ട്. ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണിത്. അത് ആ നിലയിൽ കാണുന്നതിന് പകരം അതിനെ ഒരു പിണറായി വിരോധം വെച്ച് സമീപിക്കുമ്പോഴാണ് പെശക് സംഭവിക്കുന്നത്. വിവാദങ്ങൾക്കിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഇന്ത്യ സന്ദർശിക്കുമെന്ന് സൂചന. ഈ മാസം അവസാനം മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ചൈന സന്ദർശനത്തിലാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മുയിസു അധികാരമേറ്റത്. തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നവർ ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് മുയിസു മറ്റ് വിദേശ രാജ്യങ്ങളിലാണ് ആദ്യം എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച മന്ത്രിമാരെ മാലദ്വീപ് സസ്പെൻഡ് ചെയ്തിരുന്നു. അധിക്ഷേപം അംഗീകരിക്കാനാകില്ലെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. അയോധ്യ ഒരുങ്ങുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയെ ഹരിതാഭമാക്കുകയാണ് അധികൃതർ. നഗരത്തിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന നടപടികൾ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തകൃതിയായി നടക്കുകയാണ്. ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് അയോധ്യയെ ഹരിതാഭമാക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് നഗരത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും ചെടികളല്ല, രാമായണ യുഗത്തിലെ മരങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ചെടികളുമാണ് ഈ നിരത്തുകളിൽ തണൽ വിരിക്കുക. 50,000 ചെടികൾക്കുള്ള ഓർഡറാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ നട്ടുകഴിഞ്ഞു, ബാക്കി ചെടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ചെടികൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ വിശാൽ സിംഗ് പറയുന്നു. പച്ചപ്പിനപ്പുറം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ലക്ഷ്യമിട്ട് ഹോർട്ടിക്കൾച്ചർ പുഷ്പച്ചെടികളും വെച്ചുപിടിപ്പിക്കുമെന്നും വിശാൽ സിംഗ് പറയുന്നു. अभी इन्होंने 2 साइडें हमें दी हैं. एक रामपथ दिया है जिसकी लंबाई लगभग 3 किलोमीटर से ज़्यादा है. इसके बाद जैसे काम खत्म होगा धर्मपथ का काम शुरू कर दिया जाएगा. सब कलर वाइज हैं, मिक्स कलर नहीं है. वाइट है, ऑरेंज है, पिंक है, पर्पल है, अलग अलग पैचेस में पौधे लगाए जा रहे हैं. जब इनमें फूल आएगा ना तो पूरा सड़क रंगीन दिखेगी. ये
തംസ നദിക്കര ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടക കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നു. ദേവദാരു, അശോകം, പാരിജാതം തുടങ്ങിയ മരങ്ങളാണ് ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. 22-ന് നടക്കുന്ന ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നഗര സൗന്ദര്യവൽക്കരണ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജനുവരി 22-നാണ് ലോകം കാത്തിരിക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ. രാംലല്ലയുടെ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. 14-ാം തീയതിയാണ് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. പ്രതിഷ്ഠയ്ക്ക് ജനുവരി 22 എന്ന ദിവസം തന്നെ തെരഞ്ഞെടുക്കാൻ ഒന്നിലേറെ കാരണമുണ്ട്. അതെന്തെല്ലാമാണെന്ന് കണ്ടുവരാം. നീണ്ട 500 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ദിവസം തന്നെ ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തതിന്റെ കാരണവും ചർച്ചയാകുന്നുണ്ട്. ജനുവരി 22-ന് ഉച്ചയ്ക്ക് 12:29-നും 12:30-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡ് സമയത്താണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാആരതിയും ഉണ്ടായിരിക്കും. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി 22 എന്നത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ്. അന്നേ ദിവസം രാവിലെ 8:47 വരെ മൃഗശിരയും യോഗബ്രഹ്മ സമയവുമാണ്. 8:47-ന് ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും. കൂടാതെ ജ്യോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ ജനുവരി 22 മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മദ്വാദശി കൂടിയാണ്. ഹിന്ദുപുരാണം അനുസരിച്ച് ഈ ദിവസമാണ് മഹാവിഷ്ണു കൂർമ്മരൂപത്തിൽ അവതാരമെടുത്ത് അമൃത് കടഞ്ഞെടുക്കുന്ന പാലാഴി മദനത്തിൽ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ മന്ദര പർവ്വതത്തെ ഉയർത്താൻ സഹായിച്ചത്. രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ഘാടനത്തിന് യോജിച്ചതാണെന്നാണ് അഭിപ്രായം. ജനുവരി 22-നെ തെരഞ്ഞെടുക്കാൻ മറ്റു പല കാരണങ്ങളും ഇതിനൊപ്പം പറയുന്നുണ്ട്. ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ 3 പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. സർവാർത്ഥസിദ്ധി, അമൃതസിദ്ധി, രവിയോഗം എന്നിവയാണ് ജനുവരി 22-ലെ 3 ശുഭയോഗങ്ങൾ. ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരുമെന്നാണ് വിശ്വാസം. ഉദ്ഘാടന ശേഷം ജനുവരി 24-ന് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തേക്കും. ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യത ക്ഷേത്രാധികാരികൾ കണക്കുകൂട്ടുന്നുണ്ട്. ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്നവർക്ക് ഭക്തിസാന്ദ്രമായ അനുഭവം സമ്മാനിക്കാനുള്ള പദ്ധതികളും ക്ഷേത്ര ഭരണസമിതി ഒരുക്കുന്നുണ്ട്. ജനുവരി 14-നാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായി അയോധ്യ നഗരത്തിൽ ഒരുക്കങ്ങൾ അതിവേഗമാണ് നടക്കുന്നത്. 22-ന് ഉച്ചയ്ക്ക് 12:20-നായിരിക്കും പ്രതിഷ്ഠാ ചടങ്ങുകളെന്ന് രാംജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ആണ് അറിയിച്ചത്. രാംലല്ലയുടെ 3 വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. ഇവയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. രാജ്യത്താകമാനം നിന്ന് ക്ഷണിക്കപ്പെട്ട 40,000 സന്യാസിമാരും പൂജാരിമാരുമാണ് 14-ാം തീയതി തുടങ്ങുന്ന ചടങ്ങുകളിൽ കർമ്മിമാരാകുക. വാരണാസിയിൽ നിന്നുള്ള ലക്ഷ്മികാന്ത് ദീക്ഷിതായിരിക്കും മുഖ്യ കാർമ്മികൻ. ചടങ്ങുകൾ ആരംഭിക്കുന്ന ജനുവരി 14 മുതൽ 22 വരെ അയോധ്യയിൽ അമൃത് മഹോത്സവമായി കൊണ്ടാടുമെന്നും രാംജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യ സന്ദർശിക്കാൻ തിരക്ക് കൂട്ടരുതെന്ന് വിശ്വാസികളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. രാമചരിതങ്ങളിലും രാമായണത്തിലും പറയുന്നത് പ്രകാരമാണ് രാമവിഗ്രഹം തയ്യാറാക്കിയത്. അമ്പും വില്ലുമായി നിൽക്കുന്ന രാമന്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ എവിടെയും ഉണ്ടാകില്ല. ക്ഷേത്രത്തിലെ അലങ്കാരപ്പണികളുടെ ഭാഗമായി മാത്രമായിരിക്കും നമ്മൾ ഏറെ കണ്ടുപരിചയിച്ച രാമന്റെ രൂപമുണ്ടാവുക. ദൈവിക ചൈതന്യം തുടിക്കുന്നതാണ് വിഗ്രഹങ്ങളെന്ന് ട്രസ്റ്റിയായ അനിൽ മിശ്ര പറഞ്ഞു. 3 ശില്പികളാണ് വിഗ്രഹങ്ങൾ ഒരുക്കിയത്. 2 കർണാടകയിൽ നിന്നെത്തിച്ച ശ്യാം ശിലയിലും 1 വൈറ്റ് മാർബിളിലും ആണ്. 1000 വർഷമെങ്കിലും നിലനിൽക്കും വിധമാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇവ ചന്ദനമോ മഞ്ഞളോ പുരട്ടിയാൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ എന്ന് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങുക. ഈ പരിശോധന കൂടി കഴിയുന്നതോടെ ഏറ്റവും യോജ്യമെന്ന് കരുതുന്ന വിഗ്രഹമായിരിക്കും രാമക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുക. മരുന്നിനു പോലുമില്ല മരുന്ന്. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായതോടെ വലഞ്ഞു രോഗികൾ. പ്രതിദിനം 1000-കണക്കിന് രോഗികൾ എത്തുന്ന ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രമേഹ രോഗത്തിന്റെ മരുന്ന് പോലും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സമാനമാണ് സാഹചര്യം. ഇതോടെ രോഗികൾ സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. മോന് വീണ് പോയിട്ട് കാലിന് ഇത് വന്നില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് പോലൊന്ന് രാവിലെ വരാൻ പറഞ്ഞു. ഇപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ വന്നു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ മരുന്ന് എഴുതുന്നപ്പോൾ മരുന്ന് ഇവിടെ
ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. ഈ മരുന്ന് കിട്ടിയിട്ടുള്ളൂ. ഒറ്റ ഗുളിയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. ഒന്നുമില്ല എന്നാണ്. അതോടെ ഇവിടെ സ്ഥിരം അങ്ങനെ തന്നെ. ഇവിടെ കിട്ടാനില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് അസുഖത്തിന് വന്നിട്ട് ഫുൾ ഒരു മരുന്നും കിട്ടിയിട്ടില്ല. 8 കിട്ടിയതിൽ 8 കുറിച്ചതിൽ 2 കിട്ടി. ബാക്കി പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങാനും പൈസ വേണ്ട, കൈ വേണ്ട. അതിനെക്കൊണ്ട് ഇത് പുറത്ത് കാണിക്കണത് നല്ലത്. അത്യാവശ്യം ഡോക്ടറില്ല, എഴുതി തന്നാൽ പുറത്ത് പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് കാണിച്ചു വന്നത് ഡോക്ടർ നീച്ചു പോകും. 1 മണിയാകുമ്പോഴത്തേക്ക് കിട്ടിയത് ഇത് വേദനൻ്റെ ഗുളികയാണ് കിട്ടിയത്. വേദന ഒരു കുപ്പി മരുന്ന്, ബാക്കി 6 ഇല്ല. അത് കുറേ ആയി ഇവിടെ അങ്ങനെ. പിന്നെ വേദൻ്റെ, പിന്നെ ഷുഗറിൻ്റെ, പിന്നെ കൊളസ്ട്രോളിൻ്റെ ഒക്കെ പുറത്തേക്ക്. പിന്നെ ബിപിൻ്റെ ഇവിടുന്ന് കിട്ടി. മരുന്നില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങാം. പിന്നെ ഇഞ്ചക്ഷൻ്റെ മരുന്ന് ചില നേരം കിട്ടും, ചില നേരം കിട്ടും. കുറച്ച് മരുന്ന് അന്ന് 5 ദിവസത്തേക്ക് ഞങ്ങളിവിടെ പിന്നെ PMR ഇതുണ്ടല്ലോ, ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഒരു 5 ദിവസത്തെ മരുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത മരുന്നുകളൊക്കെ അവർ പുറത്തേക്ക് എഴുതിയ പൈസ പിന്നെ കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇതിൽ 3 വിധമുണ്ട്. ഒരു വിധം പുറത്തേക്കുള്ള വേദനന്റെ ഗുളിക. 2 മരുന്ന് എഴുതിയിട്ടുള്ളൂ. അതിൽ 1 മരുന്ന് കിട്ടിയിട്ടുള്ളൂ. 1 മരുന്ന് കിട്ടിയിട്ടില്ല. എല്ല് പിന്നെ പൊട്ടിപ്പോയിട്ട് പ്ലാസ്റ്റർ ഇട്ടതാണ്. അധികം മരുന്ന് കിട്ടില്ല. പ്രശ്നം തന്നെയാണ്. പാവപ്പെട്ട നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാതെ ഇപ്പം പൈസ ഉള്ളതാണ് ഇപ്പം അവിടെ പോകില്ലേ. പാവപ്പെട്ടായിട്ടല്ല ഇപ്പം നമ്മളിവിടെ വരുന്നത്. അപ്പം പാവപ്പെട്ടവർക്ക് കിട്ടാത്ത മരുന്ന് ഇവിടെ കിട്ടിക്കണം. രോഗം മാറാനും മരുന്നിനാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ എക്സ്റേ ഇല്ല. 350 ഉറുപ്പ്യ കൊടുത്തിട്ട് എക്സ്റേ പുറത്തു നിർത്തതാ. പാവപ്പെട്ട നമുക്ക് എടുക്കാൻ കഴിയൂട്ടാ, നമുക്ക് അവിടെ പോയാൽ പോരെ. ഞാൻ ഹാർട്ട് പേഷ്യൻ്റാ. അപ്പം അത്യാവശ്യമൊക്കെ പുറത്താണ്. ബാക്കിയുള്ളതൊക്കെ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പുറത്താണ്. അതിൽ 3 കിട്ടിയിരിക്കുന്നു. ഇനി 6 വാങ്ങണം. കാർഡിയോളജിൻ്റെ അതങ്ങനെ തന്നെ, സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇല്ല, ഇവിടെ ഉണ്ടാവില്ല. ഉള്ളത് കിട്ടും, ഇല്ലാത്ത കിട്ടില്ല. 4 കിട്ടിയിട്ടില്ല, 2 കിട്ടിയിട്ടില്ല. അത് വേറെ പുറത്തുനിന്ന് വാങ്ങാൻ കുറച്ച് സാധനങ്ങളാണ്. സ്പ്രേ ഒക്കെ ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കുളി ഇവിടെ ഇല്ല. ഇത് നമ്മൾ പുറത്ത് വാങ്ങാൻ പറഞ്ഞതാ. ഇതൊക്കെ പുറത്ത് വാങ്ങിക്കൊണ്ടാണ്. പിന്നെ എന്ത് ഡോക്ടർമാർ ഇത് പരിശോധിക്കുന്ന ഇവിടെ എന്ത് തുറന്ന ചെയ്യുന്നതിനാ? ഇത് ഒരു കുളിയില്ല. കഴിഞ്ഞ മാസം വന്നിട്ട് ഇതേമാരെ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. നമുക്ക് ചോറിന്റെ മരുന്നൊക്കെ ഒരുമാതിരി വിലയുമുണ്ട് ഇപ്പോൾ. മരുന്ന് കിട്ടി. 2 പുറത്തുനിന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത മറ്റത് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ ഉണ്ടായില്ല. അത് കാരണം പുറത്തുനിന്ന് എഴുതിയതാണ്. ഇവിടെ മരുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ നമ്മൾ വന്നത്. അപ്പൊ ഇവിടെ മരുന്നില്ല, ഇവര് എഴുതി തരുന്നത് ഇന്ന മരുന്നുള്ളൂ, ബാക്കി പുറത്തുനിന്ന് മേടിച്ചോളാം. നമ്മള് എന്തിനാ സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പുറത്തുനിന്ന് മരുന്ന് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടത് സർക്കാർ ഹോസ്പിറ്റൽ അല്ലേ? ഇവിടെ പൈസ വേണ്ടല്ലോ. പുറത്തുനിന്നാവുമ്പോൾ അതിന്റെ ഇരട്ടി പൈസ മിക്കവാറും വാങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പൈസ ഇല്ലാത്തവരാണല്ലോ കൂടുതലും സർക്കാർ ആശുപത്രികളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം അനീഷിലേക്ക് പോവുകയാണ്. അനീഷ്, വലിയ ബുദ്ധിമുട്ടിലാണ് രോഗികൾ. പരിശോധന മാത്രമേ ഈ ആശുപത്രികളിൽ നടക്കുന്നുള്ളൂ. മരുന്ന് വാങ്ങിക്കേണ്ടത് പുറത്തുനിന്നാണ് പൂർണ്ണമായും എന്നാണ് പലരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് അവസ്ഥ? എന്താണിതിന് അധികാരികൾ നൽകുന്ന മറുപടി? തീർച്ചയായും നമ്മൾ രാവിലെ കണ്ട നിരവധി രോഗികൾ, അവരിൽ ഒരു 80% ആളുകൾക്കും കാര്യമായ മരുന്ന് ആശുപത്രിയിൽ നിന്നും ലഭ്യമല്ല. ഇതിന് പനിക്കുള്ള മരുന്നായി പാരസെറ്റമോൾ മാത്രമാണ് ഒരു രോഗിക്ക് ലഭിച്ചത്. മറ്റ് അസിത്രോമൈസിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ, പാൻടോപ്പ് പോലെ ഈ ആന്റിബയോട്ടിക്കുകളോടൊപ്പം നൽകുന്ന നെഞ്ചിരിച്ചിലൊക്കെ അടക്കമുള്ള കാര്യങ്ങൾക്കായി നൽകുന്ന പാൻടോപ്പ് പോലുള്ള ഗുളികൾ, അത്തരം യാതൊരു അനുബന്ധ ഗുളികളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളോ ഇല്ലാത്ത ഒരു സാഹചര്യം. ഒരു ആൾക്ക് പൊള്ളൽ ഏറ്റു വന്നിട്ട് പൊള്ളലിന് പരത്താനുള്ള ക്രീം പോലും ഇവിടെ ഇല്ല എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. പ്രമേഹ രോഗികൾക്കുള്ള മരുന്നുകൾ ഒരാൾക്ക് പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം ഈ ഓർത്തോപീഡിക്സ്, കൈകാലുകൾ ഒടിഞ്ഞ് അല്ലെങ്കിൽ കൈകാൽ വേദനകളുമായി വരുന്നവർക്കൊക്കെയുള്ള മരുന്നുകൾ പൂർണ്ണമായും പുറത്തേക്ക് കുറിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. ഒരാൾ പോലും പൂർണ്ണമായി മരുന്ന് കിട്ടി ഈ നമുക്ക് പിന്നിൽ കാണുന്ന ഫാർമസി കൗണ്ടറിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരു മരുന്ന് പരമാവധി ചിലപ്പോൾ 7 മരുന്നുള്ളവർക്ക് 1-2 മരുന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ 2 മരുന്നുള്ള ആൾക്ക് 1 മരുന്ന് ലഭിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും കുറിപ്പടിയിൽ കുറിച്ച് നൽകിയിരിക്കുന്ന മരുന്നുകളുമായി ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന ഒരാളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പല മരുന്നുകൾ സ്റ്റോക്കില്ല എന്ന് മാത്രമാണ് അറിയിച്ചത്. മറ്റ് വിശദാംശങ്ങൾ നൽകാൻ അവർക്ക് നിർവാഹമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ മരുന്ന് ക്ഷാമം നിലവിൽ നേരിടുന്നു. വലിയ തുക നൽകി പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മരുന്ന്
വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ബീച്ച് ആശുപത്രിയിലെ എക്സ്റേ സംവിധാനം തകരാറിലായി കിടക്കുന്നു. ഇത്തരത്തിൽ ഈ എല്ല് സംബന്ധമായ രോഗങ്ങളും ഒക്കെയായി വരുന്നവർ പുറത്തുപോയി അതും 350-400 രൂപ നൽകി ആ എക്സ്റേ കൂടി പുറത്തുനിന്ന് എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ മരുന്ന് ക്ഷാമം തന്നെയാണ് ഈ ബീച്ച് ആശുപത്രിയിൽ ഉള്ളത്. അതാണ് അനീഷ, ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നിർധന രോഗികൾ തന്നെയാണ്. കാരണം നേരത്തെ ഒരു ആൾ പ്രതികരിച്ചതുപോലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പൈസ മരുന്നിന് വേണ്ടി നൽകാൻ കഴിയാത്തവരാണ് സർക്കാർ ആശുപത്രികളിലേക്ക് ഓടിയെത്തുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ. അവിടെ ചികിത്സ മാത്രം നൽകുകയും ഈ മരുന്നുകളെല്ലാം പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങണമെന്ന് പറയുമ്പോൾ താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ഏറ്റവും പൈസ ഇല്ലാത്തവർ അല്ലെങ്കിൽ കയ്യിൽ ചികിത്സ വലിയ ചെലവ് മുടക്കി ചികിത്സ നടത്താൻ കഴിവില്ലാത്ത ആളുകളാണ് തീർച്ചയായും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അവർക്ക് മരുന്ന് പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട്. ആ പണം കൊടുത്ത് മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആളുകൾ നമുക്ക് ഇറങ്ങി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ആളുകളുടെ അഭിപ്രായം തേടാമായിരുന്നു. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കാരണം ജീവിത ബജറ്റ് വല്ലാതെ കുതിച്ചു വരുന്ന കാലമാണ്. അസുഖങ്ങൾ ഒഴിഞ്ഞ് നേരമില്ലാത്ത ഒരു സാഹചര്യം, ഈ കോവിഡ് പോലുള്ള ഭീഷണികൾ നിരന്തരം വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ പ്രതിമാസ ബഡ്ജറ്റിൽ ഒരു വലിയ തുക ഈ മരുന്നിന് വേണ്ടി തന്നെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യത്തിലാണ് മരുന്നുകൾ ആശുപത്രിയിൽ നിന്ന് കിട്ടാത്ത. മരുന്ന് വാങ്ങിയിട്ട് വരികയാണോ? അല്ല, മരുന്നിന് ടോക്കൺ എടുത്ത് വയ്ക്കുക. മരുന്നുണ്ട്, പിന്നെ ചില മരുന്നുകളൊന്നും ഇല്ല, വളരെ മരുന്നൊക്കെ കുറവാണ്. പിന്നെ ചിലത് ഡോക്ടർമാർ എഴുതിയ മരുന്നൊന്നും കിട്ടുന്നില്ല. കാരുണ്യയിൽ വരെ പോയിട്ട് കിട്ടാത്ത അവിടെയും മരുന്ന് കിട്ടുന്നില്ല. അപ്പം കാരുണ്യയിൽ പോയി അവിടെ മരുന്നില്ല. പുറത്തിൽ 1000-2000 കൊടുത്ത് വാങ്ങേണ്ട മരുന്നാണ്. എന്ത് അസുഖത്തിനുള്ള മരുന്ന്? പിന്നെ ലിവർ കംപ്ലൈന്റ് ആണ്, ലിവറിന്റെ കംപ്ലൈന്റ് ആണ്. മാസം വാങ്ങുന്നതാണ്. ഇവിടെ പിന്നെ ടെസ്റ്റ് ആയാലും എല്ലാം പിന്നെ ഒക്കെ പരിതാപകരമാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം ഇതുവരെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് നടത്തിയൊക്കെ ഇപ്പോൾ BPL കാർഡിന് പകുതി പൈസ ഈടാക്കിക്കൊണ്ടാണ് ടെസ്റ്റ് വരെ നടത്തുന്നത്. മരുന്നുകൾ ചില ആദ്യമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ് ഇപ്പോൾ കിട്ടാതാകുന്നത്. ഇവിടെ പെട്ടെന്ന് ഇല്ലാതാകുന്നത്. ഇപ്പം പിന്നെ 3 മാസമായി പുറത്തുനിന്നും മരുന്ന് വാങ്ങുന്നത്. സ്ഥിരമായിട്ട് പിന്നെ 10 ഗുളികക്ക് 500 രൂപ വില വരുന്ന 10 ഗുളിക 500 ചില രൂപ വരുന്ന ഗുളിക പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് പിന്നെ കാരുണ്യം എന്നാണെങ്കിൽ 380 രൂപ വില വരുന്നുണ്ട്. അത് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടാണ് ഇരുന്നതാണ്. അപ്പോൾ 2-3 മാസം കാരുണ്യയിലും ഇല്ല. അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങണം 520 രൂപേന്റെ പുറത്ത് കൊടുക്കണം പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ. 350 കാരുണ്യം കിട്ടിയാണ്, അത് കാരുണ്യയിലും ഇല്ല. ഇപ്പോൾ അവിടെ പോയി അവിടെ ഇല്ല. ഇവിടെ ഇനിയിപ്പോൾ ഒരു പിന്നെ ഇതിന്റെ ഗ്യാസിന്റെ ഗുളികയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്, ടോക്കൺ എടുത്ത് നിൽക്കുന്നത്. ഗ്യാസിന്റെ ഗുളിക മാത്രം? ഗ്യാസിന്റെ ഗുളികയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടോക്കൺ എടുത്ത് നിൽക്കുന്നത്. എത്ര ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് പോയി നിന്നാൽ? ടോക്കൺ എടുത്തിട്ട് ഇപ്പം പിന്നെ 658 ടോക്കൺ നമ്പർ ഉള്ളത്. ഇപ്പോൾ പിന്നെ 518 ആയിട്ടുള്ളൂ. എത്ര നേരം ടോക്കൺ ഒന്ന് ക്യൂ നിന്നാലും കിട്ടുക? ക്യൂ നിന്നാലും ഗ്യാസിന്റെ ഗുളിക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ല. അതെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാ. കാരണം മറ്റുള്ള അത്രയും വില ഉള്ള ഗ്യാസിന്റെ ഗുളികെങ്കിലും വാങ്ങാം. 50 രൂപ കിട്ടില്ല, അതിനനുസരിച്ച് കാത്തിക്കേട്. അതാണ് ഒരു സാധാരണക്കാരനായ രോഗിയുടെ വാക്കുകളാണത്. കാരണം ഗ്യാസിന്റെ ഗുളിക മാത്രമാണ്. അദ്ദേഹത്തിന് നീണ്ട പട്ടികയുണ്ടെങ്കിലും ആ മരുന്നുകളൊന്നും ഇവിടെ ലഭ്യമല്ല. അതിൽ ലഭ്യമാവാനുള്ളത് ആ ഗ്യാസിന്റെ ഗുളികയാണ്. അത് 10, 20, 30 രൂപയായിരിക്കും വില. പക്ഷേ അങ്ങനെയെങ്കിലും അത്രയും പൈസയെങ്കിലും ലാഭിക്കാൻ അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. മരുന്ന് വാങ്ങിയോ? ഇല്ല, കിട്ടിയില്ല. 545 ടോക്കൺ ഇട്ടത്. രാവിലെ വന്നിക്കണ്. അവിടെ OP ഷീറ്റ് എടുക്കാൻ തന്നെ കുറേ ആൾക്കാർ. പിന്നെ കാണിക്കാൻ എത്തുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും ടൈം കഴിഞ്ഞു പോയി എന്ന് പറയും. അത്രയും നേരം OP ഷീറ്റിന്റെ അവിടെ ഒന്നും ഒരു ഇതില്ല. പിന്നെ അന്വേഷിച്ചിട്ട് പിന്നെ OP ഷീറ്റ് കുട്ടികളൊക്കെ കാണിക്കണേ വേറെ മാറ്റിക്കുന്നു. ഒക്കെ അന്വേഷിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ടിക്കറ്റ് കഴിയും. 120 ടിക്കറ്റൊക്കെയാണ് ഇവിടെ പിന്നെന്താണ് അവിടെ കൊടുക്കുന്നത് PNDയിൽ. പിന്നെ പനീൻ്റെതൊക്കെ ഇപ്പോൾ കിട്ടി. പക്ഷെ കാണിക്കാനെത്തുമ്പോഴത്തേക്ക് ഒരു പറയും ഇപ്പൊ എന്റെ കണ്ണിന്റെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞ ടൈം കഴിയുന്നുണ്ട്. മരുന്ന് ഒരു മരുന്നേ പുറത്തേക്കുള്ളൂ. അധികം വന്നാലും ഇപ്പൊ ഉണ്ട് മരുന്നുണ്ട്. അധികം വന്നാൽ ഒന്നേ ഉണ്ടാവും ഇവിടെ, ബാക്കി പുറത്തുനിന്ന്. ഇതിപ്പോ പനീൻ്റെത്. അതുകൊണ്ട് ഇപ്പൊ ക്യൂ നിന്നാലും നഷ്ടമില്ല. ഇല്ല. അതാണ് അവർക്ക് ഈ രോഗിക്കുള്ള മരുന്നിൽ ഒരു മരുന്ന് മാത്രമേ കിട്ടാനുള്ളൂ. ബാക്കി പൂർണ്ണമായും ഉണ്ടെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നു. നമുക്ക് മുന്നിൽ കണ്ട കുറച്ച് രോഗികളുണ്ട്. അവർക്ക് ആർക്കും ഒരു മരുന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൗണ്ടറിൽ നിന്ന് ഇറങ്ങി വരുന്ന കിട്ടിയോ ചേട്ടാ? മരുന്നൊക്കെ കിട്ടിയോ? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഇല്ലേ? എന്തിനുള്ള മരുന്നായിരുന്നു? ഈ പട്ടിക നമുക്ക് നോക്കിയാൽ കൃത്യമായ അതിന്റെ വിവരം കാണും.
ടാബ്ലറ്റ് മോക്സ്ക്ലേവ് ആണ് ആദ്യം കാണുന്നത്. അങ്ങനെ ഒരു കൂട്ടം മരുന്നുകളാണ് 1, 2, 3, 4 മരുന്നുകൾ ഈ ചുവന്ന ഗുണനം ചിഹ്നം ഇട്ടിരിക്കുന്ന 4 മരുന്നുകൾ കൂടെ അല്ല, മറ്റ് 5, 6, 6 ഇതിൽ മൊത്തം 5, 6 മരുന്നുകളുണ്ട്. അതിൽ 4 എണ്ണവും പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അസുഖം തരുന്നു? കാലില് നീര് വന്നതാ. കാലിന് നീര്. അത് കുറെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ എല്ലാം ഇതാ സ്കാനിങ് ഒക്കെ പുറത്തേക്ക് ആക്കി. എല്ലാം പുറത്തേക്ക്. എക്സ്റേ ഒക്കെ പുറത്ത് തന്നെ. നല്ല പൈസയിലോ ആയിരിക്കുമല്ലോ. 5000 രൂപ വാങ്ങാനും നല്ല പൈസ ആയിരിക്കുമല്ലോ. 300, 400 ഒക്കെയാണ്. അദ്ദേഹം ഈ കാലിന് വേദനയായിട്ട് വന്നതാണ്, അഡ്മിറ്റാണ്. പൂർണ്ണമായും മരുന്നുകൾ പുറത്തേക്ക് വാങ്ങേണ്ട അവസ്ഥ, ഒപ്പം സ്കാനിങ്ങും എക്സ്റേ അടക്കമുള്ള മുഴുവൻ ടെസ്റ്റുകളും പുറത്തേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ. അങ്ങേയറ്റം ആശുപത്രിയിൽ കയറിയാൽ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന ഒരു കടക്കാരനാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ആളുകൾ പറയുന്നത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ആളുകളുണ്ട്. എല്ലാവർക്കും ഏതാണ്ട് ഈ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഒരാൾക്ക് മാത്രമാണ്. അതെ അനീഷ്, അതാണ് ദുരിതം മാത്രമാണ് അവിടെ നിന്ന് കേൾക്കാനുള്ളത്. എന്തായാലും അനീഷിലേക്ക് ഞാൻ വരാം. കൊച്ചിയിലേക്ക് ഒന്ന് പോകുന്നു. കൊച്ചിയിലും സ്ഥിതി മറ്റൊന്നല്ല എന്നുള്ളതാണ്. നവമി ദിനേശ് ചേരും. നവമി, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, അനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് എറണാകുളത്തെയും അവസ്ഥ. സർക്കാർ ആശുപത്രികളിലൊന്നും കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ല. ആളുകളെല്ലാം, പ്രത്യേകിച്ച് വയോധികരടക്കമുള്ളവർക്ക് ആണ് ഇത്തരത്തിൽ മരുന്ന് ലഭിക്കാത്തത്. നമ്മൾ നേരത്തെ ആളുകളുടെ പ്രതികരണത്തിലൊക്കെ കേട്ടതുപോലെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുറത്തുപോയി മരുന്ന് വാങ്ങാനാണെങ്കിൽ ഇരട്ടി വില കൊടുക്കേണ്ടി വരും. വിലകൾ കൂടി മരുന്നുകൾക്ക്. അതിനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. നമുക്കിവിടെ ആൾക്കാരോട് പ്രതികരണം ചോദിക്കുക. ചേച്ചി, മരുന്ന് മേടിച്ചോ? മരുന്നിന് ആള് നിപ്പുണ്ടോ? ഇവിടെ ക്യൂ ആണ്. എല്ലാം ഉണ്ടോ? എല്ലാം ഇല്ല, മരുന്ന് എല്ലാം ഇല്ല. ഈ ഷുഗറിന്റെ തരുവിടം, അത് മാത്രമേ ഉള്ളൂ. ചേച്ചി, മരുന്ന് ഉണ്ടോ ആശുപത്രിയിൽ? മരുന്ന് മിക്കതും ഇല്ലെന്നാണ് പറയണത്. പുറത്തുനിന്നൊക്കെ മേടിക്കാൻ പറയും. അങ്ങനെയാണ് ഇവിടുത്തെ എന്തൊക്കെ. അതാണ് അശ്വതി അവസ്ഥ. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് അതിനുശേഷം ക്യൂ നിന്ന് ഫാർമസിയിൽ എത്തുമ്പോഴായിരിക്കും അറിയുന്നത് മരുന്നില്ല. മരുന്ന് പുറത്തുനിന്ന് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ്. ചേച്ചി, എന്താ പറയുന്നത്? ഗുരുതരമായിട്ടൊക്കെ ഈ മുറിവൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിനൊക്കെ അവർ ചെയ്യുള്ളൂ. ഇന്നഴിച്ചെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ തുറന്ന് നോക്കണം. ചിലപ്പോൾ പഴുത്തിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പോണതാർക്കാൻ ഞങ്ങൾക്കല്ലേ. അങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാതെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. അങ്ങനെ മരുന്ന് പോലും, അതായത് വളരെ നിർധനരായ കുടുംബത്തിൽ നിന്നുള്ളവർ ഒക്കെയാണ് ഇവിടെ ആശുപത്രിയിലേക്ക് വരുന്നത്. അവർക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു മരുന്ന് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. ഇതിപ്പോ എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ജനറൽ ആശുപത്രിയിലെ മാത്രം സ്ഥിതിയല്ല. ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് പോയാൽ അവിടെ പ്രമേഹ രോഗത്തിന് മാത്രം മരുന്നില്ല. പ്രമേഹ രോഗത്തിന്റെ മരുന്നില്ല എന്നാണ് അവിടെ അറിയിക്കുന്നത്. ആശുപത്രി ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ അവർക്കായി മരുന്ന് താൽക്കാലികമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് എത്ര നാളത്തേക്ക് നൽകാനാകുമെന്നുള്ളൊരു ഉറപ്പ് ആശുപത്രിയിൽ നിന്നും നൽകുന്നില്ല. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് കീമോയ്ക്ക് ശേഷമുള്ള മരുന്ന് ഇല്ല. അതിനായി അവർ കളമശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ഒക്കെ പോകും. ശരി, അതാണ് കൊച്ചിയിൽ നിന്നും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. രോഗികൾ വലിയ ദുരിതത്തിലാണ്. മരുന്ന് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല. പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങാനാണ് അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം. നിർധനരായ രോഗികൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. കോഴിക്കോടും എറണാകുളത്തും നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരിമളത്തിന്റെ മൃതദേഹവുമായി ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അംഗീകരിച്ചു. കൊല്ലപ്പെട്ട പരിമളത്തിന്റെ കുടുംബത്തിനായുള്ള നഷ്ടപരിഹാര തുകയും ഇൻഷുറൻസും ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കുന്നതടക്കമുള്ള ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, എപ്പോഴാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്? എന്തൊക്കെ ഉറപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഇവർക്ക്? ഏതാനും മണിക്കൂറുകൾ മുൻപാണ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ തൊഴിലാളികൾ നടത്തിയിരുന്ന സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് തൊഴിലാളിയായിരുന്ന പരിമളം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവം അപകടമുണ്ടായ ഉടനെ തന്നെ തേനിയിലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇടുക്കിയിൽ തന്നെ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ചിന്നക്കനാൽ, സാന്തൻപാറ പഞ്ചായത്തുകൾ. ഈ മേഖലയിൽ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിലാണ്. അരിക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകൾ നിരന്തരം ഈ എസ്റ്റേറ്റിൽ എത്തിയിരുന്നു. ഇതേ തുടർന്ന് മുൻപും നിരവധി തവണ ഈ ആക്രമണം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് തൊഴിലാളികൾ മരണപ്പെട്ട സ്ത്രീയുടെ മൃതദേഹവുമായി എസ്റ്റേറ്റിൽ പ്രതിഷേധ സമരം നടത്തിയത്. തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം
മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ട പരിമളത്തിന് അർഹമായ നഷ്ടപരിഹാരം ഏറ്റവും വേഗത്തിൽ നൽകുമെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാകും. ഒപ്പം ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. ഒപ്പം ഇവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം ഈ കുടുംബത്തിന് അർഹമായ ആശ്രയ നിയമനം നൽകണമെന്നതായിരുന്നു. ഈ പരിമളത്തിന്റെ മകൾ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഈ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായ ഒരു ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റ്. ഒപ്പം ഈ തൊഴിലാളികൾ പലപ്പോഴും ആവശ്യപ്പെടുന്നത് രാവിലെ തൊഴിലിടങ്ങളിലേക്ക് എത്തുമ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ നിരീക്ഷിക്കുന്നതിനായി വാച്ചർമാരെ നിയമിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ 4 വാച്ചർമാരെ നിയമിക്കാൻ സ്റ്റേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇവരുടെ വാച്ചർമാരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ മുതൽ തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതിയാവും. ഒപ്പം അവരുടെ ആംബുലൻസ് സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും. സ്പോട്ട് ബുക്കിംഗ് നാളെ അവസാനിക്കാനിരിക്കെ ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്ക്. ഉച്ചവരെ 1.5 ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തി. പമ്പ മുതൽ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതിന് ശേഷം ഇന്നലെയാണ് 92,000 കുറഞ്ഞത്. 1 ലക്ഷം പേരാണ്, 1 ലക്ഷത്തിൽ പരം പേർ സാധാരണ സന്നിധാനത്ത് എത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ കുറവുണ്ടായി. ഇന്ന് പക്ഷേ വീണ്ടും ഉച്ചയോട് കൂടി 50,000-ഓളം പേർ ദർശനത്തിന് എത്തിയിരിക്കുന്നു. അതേസമയം പമ്പയിൽ തുടങ്ങി വലിയ തോതിലുള്ള ക്യൂ ഉണ്ട്, വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരം തിരക്കുകൾ ഉണ്ടാകുന്നത്. സ്പോട്ട് ബുക്കിംഗ് നാളെ മുതൽ ഉണ്ടാകില്ല. അതുപോലെ വെർച്വൽ ക്യൂവിലും നിയന്ത്രണം വരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് തിരക്ക് കൂടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം സന്നിധാനത്ത് ചെറിയ തോതിലുള്ള മഴയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടായിരുന്നു. മഴയുണ്ടാകുമ്പോഴേക്കും അയ്യപ്പ ഭക്തന്മാർക്ക് കുറെ കൂടി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. അവർക്ക് വിരിവയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അത്തരമുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള അത് സ്പോട്ട് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ദേവസ്വം ബോർഡും പോലീസും ഇപ്പോഴുള്ളത്. അതുപോലെ ഇപ്പോഴെത്തുന്ന ഭക്തർക്ക്, തീർത്ഥാടകർക്ക് സന്നിധാനത്തെത്താൻ മണിക്കൂറുകളോളം നിൽക്കേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുണ്ടായിരുന്നു. ഞായറാഴ്ച ഉച്ചയോട് കൂടി മാത്രമാണ് അതിൽ നേരിയ കുറവ് വന്നത്. അതേസമയം ഈ സമയത്ത് വീണ്ടും അതേ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാവുകയും അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ വേണ്ടിവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം 2 അയ്യപ്പ ഭക്തരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. அரவிந்த் குமார் சாமி, மதுரையிலேருந்து வரோம். சாமி தரிசனம் முடிஞ்சு சாமி. சாமி தரிசனம்லாம் நல்லா இருந்துச்சு ஐயப்பா. எங்களுக்கு எந்த வசதியும் இல்லை. ரொம்ப கஷ்டப்பட்டு தான் ஐயப்பா வந்தோம். ஒரு 10-12 மணி நேரம் கழிச்சு தான் வந்தோம் ஐயப்பா. இன்னும் காவல்துறை வந்து எங்களுக்கு கொஞ்சம் சப்போர்ட் பண்ணி ரொம்ப கஷ்டப்பட்டு தான் வராங்க. அவங்களுக்கு எதுவும் தள்ளி விடாமல் கொள்ளாமல் கொஞ்சம் எடுத்து சொன்னோம்னா புரிஞ்சுக்குவாங்க ஐயப்பா. ஆனால் ரொம்ப ஃபோர்ஸாக தள்ளி மக்களை ரொம்ப கஷ்டப்படுத்த மன உளைச்சல் ஆக்குறாங்க ஐயப்பா. அதுதான் ஐயப்பா ரொம்ப குறையாக இருக்குது. மற்றபடி எங்கேயும் எந்த குறையும் இல்லை ஐயப்பா. ஐயப்பா சரிதான் ஐயப்பா, பண்ணல ஐயப்பா, ஒன்றும் இல்லை ஐயப்பா. காவல்துறை இந்த கேரளா அரசாங்கம் சொன்னால் காவல்துறை இன்னும் ஒரு 1000 போலீஸாரை கூட இறக்குவாங்க. இறக்கி இத்தனை லட்சம் மக்கள் வராங்களே, இது ஒரு மாதத்தில் 1 மந்த்து தானே இந்த ஒர்க் இருக்க போகுது. அதுக்கப்புறம் அது பெருசாக வரப்போகிறது கிடையாது. அந்த 1 மந்த்துக்கு மக்கள் வராங்கன்னா, அவ்வளோ தூரத்து தாண்டி வராங்கன்னா எவ்வளோ சிரமப்பட்டு வராங்க. ஒரு நிமிஷம் ஐயப்பனை பார்க்க போகிறாங்க. அவங்களுக்கு ஒரு நல்லபடியாக சாமி பார்க்கறதுக்கு அந்த காவல்துறை ஒத்துழைப்பு கொடுத்தா மட்டும் போதும் ஐயப்பா. அவங்களுக்கு வடி விடலாலும் பரவாயில்ல, அவங்களுக்கு ஏதாவது ஒரு ஒத்துழைப்பு கொடுத்து மனசு கோலாத அளவுக்கு பண்ணாலே போதும் ஐயப்பா. இன்னும் வாங்கலை ஐயப்பா. அதெல்லாம் ஏமாற்றத்தோட தான் ஐயப்பா போகிறோம். എല്ലാ இடத்துலையும் വരിസ இருக்குது ஐயப்பா. சாமி பார்த்தது போதுன்ற നിലമയ്ക്ക് வந்துட்டேன் ஐயப்பா. നാങ്ങൾ 1 ലക്ഷത്തിൽ പരം ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം നമ്മൾ നിലവിലുള്ള പോലീസുകാരെ വെച്ച് എത്രത്തോളം മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാകാത്തവരാണ് പരാതിയുമായി വരുന്നത്. അതേസമയം മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് എത്രയധികം ആളുകൾ വരുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അതുവരെ ബോധ്യപ്പെടുത്താൻ ദേവസ്വം ബോർഡിനോ പോലീസിനോ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും. കെപിസിസി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ നായർ, സെക്രട്ടറി രഞ്ജിത്ത് രവീന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് പരാതിക്കാർ. അതേസമയം പ്രകടനം മോശമായ 7 പേരെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ കോർ ടീമിൽ നിന്ന് പുറത്താക്കിയതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ഡോക്ടർ സരിന്റെ വിശദീകരണം.
കോൺഗ്രസിന്റെ സമൂഹമാധ്യമ വിഭാഗമായ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് പ്രകടനം മോശമായെന്ന കാരണം ഉന്നയിച്ചാണ് 6 പേരെ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയത്. ശേഷിക്കുന്ന 19 അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനും രൂപം നൽകി. അതിനിടെയാണ് കോർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിന് ഡിജിറ്റൽ മീഡിയ വിഭാഗം തലവനെതിരെ പരാതി നൽകിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയ ഉപകരാറിലെ ക്രമക്കേട് മുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. വ്യക്തിപരമായ പ്രചാരണത്തിന് KPCC ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ സരിൻ ഉപയോഗിച്ചുവെന്നും ആക്ഷേപമുണ്ട്. വിശദീകരണം പോലും ആവശ്യപ്പെടാതെയാണ് പുറത്താക്കിയതെന്നാണ് പരാതിക്കാരുടെ നിലപാട്. വിഷയത്തിൽ പാർട്ടി നേതൃത്വം സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്ത് പെരുമ്പാവൂർ സബ് കോടതി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനായി ഭൂമി വിട്ടു നൽകിയ ഭൂവുടമയ്ക്ക് നഷ്ടപരിഹാര തുക പൂർണ്ണമായും നൽകാത്തതിനെ തുടർന്നാണ് നടപടി. 30 ലക്ഷത്തിലധികം രൂപയാണ് ബ്രഹ്മപുരം സ്വദേശിയായ ശിവശങ്കരന് ലഭിക്കാനുള്ളത്. ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ. ലാണ് ബ്രഹ്മപുരം സ്വദേശിയായ KN ശിവശങ്കരൻ മാലിന്യ പ്ലാന്റിന് വേണ്ടി 20 സെന്റ് ഭൂമി വിട്ടു നൽകിയത്. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാര തുക മുഴുവനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. പിന്നീട് പണം ലഭിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു. എറണാകുളം ജില്ലാ കളക്ടറും കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരുമാണ് കേസിൽ എതിർകക്ഷികൾ. 30,50,000 രൂപയാണ് ശിവശങ്കറിന് ലഭിക്കാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് കേസ് പരിഗണിച്ച പെരുമ്പാവൂർ സബ് കോടതി കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത്. 2016 ആയപ്പോഴത്തേക്കും കോടതിയിൽ വിധി വന്നു. പക്ഷേ സർക്കാർ അതിന് പൈസ കെട്ടിവെച്ചില്ല, വിധി പ്രകാരമുള്ള പൈസ കെട്ടിവെച്ചില്ല. തുടർന്ന് നമ്മൾ 2017 എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു, വിധി നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരവും പൈസ കിട്ടിയില്ല. പക്ഷേ ഇതിനുശേഷം സർക്കാർ വാഹനം ജപ്തി ചെയ്തതിനെ തുടർന്ന് 50% പൈസ, ഏതാണ്ട് 30 ലക്ഷം രൂപയോളം വരുന്ന പൈസ കെട്ടിവെച്ചു. ജപ്തി ചെയ്ത വാഹനം പെരുമ്പാവൂർ കോടതി വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവെച്ചാൽ മാത്രമാണ് വാഹനം വിട്ടു നൽകുകയുള്ളൂ. ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. തലസ്ഥാനത്തെ ഒരു സാഹചര്യം എങ്ങനെ